എങ്ങനെയുണ്ട്? എന്ത് ചായക്കടയിൽ ചായ അടിക്കുക ഇങ്ങനെയാണ് അടിക്കണത്? കൊള്ളാം. അമ്മ എടച്ച് ഭയങ്കര ക്ഷീണമുണ്ട്, രാവിലെ എണീക്കാൻ തോന്നുന്നില്ല. എങ്ങനെ ക്ഷീണം ഉണ്ടാവണ്ടിരിക്കണേ? ലേറ്റ് ആയിട്ടല്ലേ വരണത്? ലേറ്റ് ആയിട്ട് വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോ വൈകും, അപ്പൊ ക്ഷീണം ഉണ്ടാവും. അത് ശരിയാണ്. എന്തിനാണ് ഇത്ര ലേറ്റ് ആവണത് നീ? അത് വേറൊന്നല്ല അമ്മ, ഇപ്പൊ രാത്രി ഓഫീസേ 7 വരെ ആക്റ്റീവ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് ചെറിയ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും. അപ്പൊ ഇതിന് വേറെ മാർഗമൊന്നുമില്ല, ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ? ഈ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ 2 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ബിസിനസ് ഒന്ന് മെച്ചപ്പെട്ട് വരണത്. അപ്പൊ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കുറച്ചാളുണ്ടാവുള്ളൂ. ഇങ്ങനെ ലേറ്റ് നൈറ്റ് സാർ എപ്പോ എത്തി? രാവിലെ ഒരു ചർച്ച ചർച്ചല്ലേ, ഇവൻ വൈകി വരണതിനെ കുറിച്ച് സംസാരിക്കണായിരുന്നു. എന്താ വൈകി വരണേ? പതുക്കെ പറയാ, ഇനി അച്ഛനും കാണാൻ കേട്ടുകൊണ്ടുവന്നാൽ അത് മതി. ആഹാ, അതാര്? ഞങ്ങളെ ചേട്ടനാ. അതെ, 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ, എവിടെയായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മൊത്തം അധ്വാനത്തിലായിരുന്നു. അധ്വാനമൊക്കെ ശരി തന്നെ, പക്ഷെ അച്ഛന്റെ നിഗമനം എന്താന്ന് വെച്ചാല് ചേട്ടൻ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കറങ്ങി അടിച്ച് നടക്കുന്നതാണ്. അതെന്തോ നിഗമനം? അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞെന്നുള്ള കാര്യം അച്ഛനടുത്ത് പറഞ്ഞോളാം, അച്ഛനെ വലിച്ചേറി ഉപ്പിലിടും. അയ്യോ, അവിടെ ഇവിടെ നിൽക്കുന്ന ഒരേ ഒരു കള്ളനെ ഈ കുടുംബത്തുള്ളൂ, അതിവനാണ്. ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തീർക്കണം കേട്ടാ, അല്ലാതെ ഇടക്കിടക്ക് ഇങ്ങനെ കള്ളയും ചെറ്റാന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാ പിന്നെ നിന്നെ ദൈവം വിശുദ്ധ എന്നൊക്കെ വിളിക്കാടാ. അയ്യോ ലച്ചുവേ, വലിയ വാഴ്ത്തപ്പെട്ടവളും വിശുദ്ധയൊന്നും ആവാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ കയ്യിലുണ്ട് ഒരു വെടിക്കുള്ള മരുന്നൊക്കെ. അമ്മ എന്നെ നേർക്ക് തിരിഞ്ഞു. എന്താണ് അടക്കള വിശേഷം? വിശേഷം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇന്നൊന്നും തീരൂല. ഇതാര്? എന്തിപ്പോ മുടിയനാണ്? അതെ. മക്കളെ കണ്ടിട്ട് എത്ര നാളായടാ? ഓഫീസിൽ പോണ്ടേ? ഇന്ന് ഓഫീസ് ഓഫാ. ഓണാക്കടാ, അതിന്റെ ഭട്ടപ്പാരയ്ക്ക് അലഞ്ഞിരി നടയടാ, അതെല്ലാം രീതി. അച്ഛന്റെ ഭാഷ പറഞ്ഞ ചേട്ടൻ ഇപ്പൊ രാത്രിഞ്ചരനാണ്. രാത്രിഞ്ചരൻ? ഓ, രാത്രിഞ്ചരൻ, നിശാസഞ്ചാരി, മറ്റൊരു വാക്കി പറഞ്ഞ രാക്ഷസൻ, തമോ ഗുണമുള്ളവൻ. മക്കളെ കേശു, എല്ലാം തിരുവുള്ളം അറിഞ്ഞ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. നീ ഉത്തമൻ തന്നെടാ. മകനാണെന്നുള്ളതിൽ ഉള്ളമറിഞ്ഞ് സന്തോഷിക്കുന്നു. അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, +2 കഴിഞ്ഞിട്ടിരുന്നില്ല ഞാൻ ഈ രാജ്യം വിട്ടാനെ. അതെന്തിനാ? ഹയർ സ്റ്റഡീസിന്, അല്ലാണ്ട് എന്തിന്? എന്നെ കൊണ്ടുപോയി ഇതിന്റെ 2 നടുക്കുന്നത് ഞെരിഞ്ഞ മറന്ന് ചാവാനായിട്ട്. പോട്ടെ അമ്മ, ബൈ. പുറത്തേക്ക് പഠിക്കണ ആ കൊച്ചെങ്കിലും ഈ കുടുംബത്തിൽ ഇത് രക്ഷപ്പെടട്ടെ. അത് തന്നെ. എന്നാ അച്ഛനും മോനും കൂടെ യാഗശാലയിലേക്ക് ചെല്ലു. കേശു വരൂ, കുറച്ച് നല്ല പാഠങ്ങൾ പറഞ്ഞു തരാം. ഒരു പിതാവേ. താൻ പറയടോ. ഞാൻ മുങ്ങിയൊന്നുമില്ല ഇന്നലെ. ഞാൻ തന്നെ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിയെന്നേ. ഞാൻ നോക്കിയെന്ന് കണ്ടില്ല. സുരേഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അന്വേഷിച്ചായിരുന്നു. എനിക്ക് പിണക്കൊന്നുമില്ലെന്ന്. എനിക്കറിയാം താൻ തമാശ പറഞ്ഞായിരുന്നു. തൻ്റെ പിണക്കം മാറ്റാൻ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് നാളെ കോഫി ഷോപ്പിൽ പോയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചാലോ? ഉറപ്പ്, സെറ്റ്, ഉറപ്പ്, സത്യം. ഓക്കെ, നാളെ ഷാർപ്പ് മോർണിംഗ്. ടൈമൊക്കെ ഞാൻ പറയാം. ഓക്കെ ശരി. പിള്ളേരുടെ കാര്യം അച്ഛപ്പോ ഒന്ന് ഞാൻ കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം നേരമായി. എന്തായാലും പേഴ്സണലായിട്ട് സംസാരിക്കായിരുന്നു. ഐ മീൻ എനിത്തിങ് ഒഫീഷ്യൽ? ഞാൻ അത് ഉദ്ദേശമൊന്നുമല്ല ചോദിച്ചത്. ഞാൻ അച്ഛൻ വന്നു ചോദിച്ചു, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നീ ഉദ്ദേശിച്ചാണ് സംസാരിച്ചേ? എന്തുദ്ദേശിച്ചാണ് സംസാരിച്ചത്? അച്ഛൻ എന്തോന്ന് വെച്ചാൽ മനസ്സിൽ ഓരോന്നോ എന്തോ സംശയങ്ങൾ ഒതുക്കി വെച്ചിട്ട് ചോദിക്കണ പോലെ ചോദിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് സംശയമൊന്നുമില്ല, നിനക്ക് നിന്നെ സംശയം ഉണ്ടാ? എന്തോന്ന് വെച്ചാ, ഒന്നാമത് ഓഫീസിൽ 100 കൂട്ടം കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണം. അതിന്റെ ഇടയിലാണ് അച്ഛൻ്റെ വളഞ്ഞുള്ള ചോദ്യം. ഞാൻ പോണ്. എന്തോന്ന്? നീ എവിടം വരെ പോകുന്നു ഞാൻ നോക്കട്ടെ. ഞാൻ പോണ്. നീ എവിടം വരെ പോകുന്നു ഞാൻ നോക്കട്ടെ. ഞാൻ പോണെന്ന്. ഇടേ ഇവര് നല്ല പെൺ സുഹൃത്തുക്കളൊന്നും ഇടേ? ചേട്ടന് ഒരുപാട് ലേഡി ഫ്രണ്ട്സ് ഉണ്ട്. അല്ല, ഈ പ്രത്യേകമായിട്ടുള്ള അച്ഛൻ എന്താ ഉദ്ദേശിക്കണേ? 10-28 വയസ്സായിട്ട് ആരെങ്കിലും നോക്കി കെട്ടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ അത് കറക്റ്റാ. ചേട്ടൻ്റെ ഒരു കല്യാണമൊക്കെ ഒന്ന് ഇവിടെ പൊളിക്കും. സത്യം പറഞ്ഞാൽ ഞാമലും ആയിരിക്കണം ചേട്ടൻ്റെ സ്ഥാനത്ത് എപ്പോഴാണ് കെട്ടിയാനെ. എനിക്കറിയാം. ഇപ്പം ട്യൂഷൻ പഠിപ്പിക്കാൻ കറക്റ്റ് പോകണോണ്ടല്ലേ? അച്ഛൻ ഞാൻ ഡീസന്റ്. അല്ല, അച്ഛൻ ഇപ്പൊ എന്താണ് മുടിയും ചേട്ടനെ ഇപ്പൊ കെട്ടിക്കണമെന്ന് അച്ഛൻ ഇത്ര ആഗ്രഹം വരാൻ കാരണം? മകളെ പാറക്കുട്ടി വളർന്നു വരല്ലേ? അവളെ കുട്ടിത്തൊക്കെ അപ്പൊ പോകൂലേ? അപ്പൊ മുടിയെ ഇപ്പൊ കിട്ടാന്നുണ്ടെങ്കിൽ മുടിയന്റെ കൊച്ചും ലച്ചുവിന്റെ കൊച്ചും കൂടെ ഒരുമിച്ച് കളിച്ച് വളരും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അടുത്ത പിള്ളേരാകും. അപ്പൊ 2 മക്കൾ അവർ വെച്ച് വളർന്ന് വലുതാകുന്നതായിരുന്നു. മക്കളും ശിവയും കെട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 പിള്ളേർ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 2 പിള്ളേർ. കുറച്ച് പാറക്കുട്ടി കെട്ടും, അവർക്ക് മക്കൾ. അങ്ങനെ നിറഞ്ഞ് ചക്കര മുക്കാളുടെ പിള്ളേർ. അച്ഛന് ചാവണ മുമ്പ് പിള്ളേരെ കണ്ട് നിറഞ്ഞ് മരിക്കണ്ട.
അച്ഛാ ആ. അച്ഛൻ മനസ്സ് പറഞ്ഞ് എന്താഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. യമേ ദൈവത്തിന്റെ അനുഗ്രഹം. അത് മാത്രം പോരാ, നിങ്ങളും അല്ല നിങ്ങളും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ആ. ഈ കഥ എന്തായാലും മാളവികയുടെ അടുത്തൊന്ന് പറയാം.